നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തങ്ങൾക്ക് ലഭിച്ച മൃതദേഹം മാറിപ്പോയെന്ന ആരോപണവുമായി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷുകാരായ 2 പേരുടെ കുടുംബങ്ങൾ തങ്ങൾക്ക് ലഭിച്ച മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലം കുടുംബാംഗങ്ങളുടെ സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത്. വിമാനാപകടത്തിൽ മരിച്ചവരുടെ 13 മൃതദേഹ അവശിഷ്ടങ്ങളാണ് UK കൊണ്ടുപോയത്. ഇതിൽ 2 മൃതദേഹ അവശിഷ്ടങ്ങൾ മാറിപ്പോയതായാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. UK നടത്തിയ DNA പരിശോധനയിലാണ് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത്. ലഭിച്ചിരിക്കുന്ന മൃതദേഹം മറ്റാരുടേതോ ആണെന്നും കുടുംബം പറയുന്നു. കുടുംബങ്ങൾക്ക് വേണ്ടി ജെയിംസ് ഹീലി എന്ന അഭിഭാഷകനാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. UK മാധ്യമമായ ഡെയിലി മെയിലിനോടാണ് അഭിഭാഷകൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തങ്ങൾക്ക് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ലണ്ടനിൽ വീണ്ടും DNA പരിശോധന നടത്തിയതോടെയാണ് പൊരുത്തക്കേടുകൾ വെളിച്ചത്തു വന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ മരിച്ച യാത്രക്കാരെ തിരിച്ചറിയുന്നതിൽ പിഴവുണ്ടായിട്ടുണ്ടെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് ഇവരിൽ ഒരാളുടെ കുടുംബം സംസ്കാര ചടങ്ങുകൾ റദ്ദാക്കിയതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്നിലധികം പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു പെട്ടിയിൽ ഒരുമിച്ചാണ് അയച്ചതെന്നും ആരോപണമുണ്ട്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് യാത്രക്കാരടക്കം 260 പേർ കൊല്ലപ്പെട്ട സംഭവം രാജ്യത്തെ മാത്രമല്ല ലോകത്തെയാകമാനം ഞെട്ടിച്ചിരുന്നു. 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂ അംഗങ്ങളുമടക്കം 242 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാളൊഴികെ എല്ലാവരും മരിച്ചു. വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്നവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു.